എന്റെ പേര് ഷാവുൽ ഹമീദ്. ഞാൻ പാലക്കാട് അടുത്ത് കല്ലടിക്കോട് പറയുന്ന സ്ഥലത്താണ് ഉസ്താദെ. കഴിഞ്ഞ മാസം ഒരു മുഖാമുഖത്തില് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു മുഖാമുഖത്തിൽ ചോദിക്കണ്ടായി. അതിനൊരു ആയത്ത് തന്നു. അത് 2 ആയത്ത് തന്നു. അത് വിശദീകരണ ആവശ്യം ഞാൻ വന്നിരിക്കുന്നത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാനും കാണാനും ഉള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സുന്നിനോടാണ് ചോദിച്ചത്. അപ്പൊ ആ മുസ്ലിം തന്ന മറുപടി സൂറത്ത് തൗബ 105-ാമത്തെ ആയത്ത് നിങ്ങൾ ഖുർആനാണെന്ന് വിശ്വസിക്കണ്ടോന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ വിശദീകരണത്തിൽ അത് കാണാനും കേൾക്കാനും കഴിവ് റസൂലിനുണ്ട് എന്നുള്ളതാണ്. എന്ന ആയത്താകണം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് വഖുലിഅമലു നബിയെ പറഞ്ഞു കൊടുക്ക, എഴുമലു നിങ്ങൾ പ്രവർത്തിക്കുവിൻ. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, അള്ളാഹു നിങ്ങളെ അമല് കാണും, അവന്റെ റസൂലും നിങ്ങളെ അമല് കാണും. സൂറത്ത് തൗബയിലെ ആയത്താണ്. അപ്പൊ സാധാരണ മുസ്ലിയാക്കന്മാർ പറയും അള്ളാഹു അമല് കാണുന്നു, റസൂലും അമല് കാണുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും റസൂൽ കാണുന്നുണ്ട് എന്നാണ് അവർ പറയുക. അത് ശരിയല്ല. ആ ആയത്തിൽ പറഞ്ഞത് ആ വിഷയവുമല്ല. മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ടാണ് ആ ആയത്തുള്ളത്. യുദ്ധത്തിലേക്ക് പോയ മുനാഫിക്കുകൾ ഇടയ്ക്ക് വെച്ച് ഒഴികഴിവുകൾ പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോന്നു. അവർ ശരിക്കും വിശ്വാസവഞ്ചന കാണിച്ചു. യുദ്ധം കഴിഞ്ഞ് നബിയും സഹാബത്തൊക്കെ വന്നതിന് ശേഷം അവർ വന്നിട്ട് നബിയോട് കുറെ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു. അതായത് ഞങ്ങളങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് പോകുന്നതാണ്, ഏതായാലും ഇനി യുദ്ധം ഉണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നബിയെ പ്രീതിപ്പെടുത്താനുള്ള പണി അവർ ചെയ്തു. അപ്പൊ നബി അത് അംഗീകരിച്ചു. ശരി, അവിടെ അള്ളാഹു ഇടപെട്ടു. അങ്ങനെ പറഞ്ഞത് കേട്ട് പോകണ്ട, ഏതായാലും നമ്മൾ കാത്തിരിക്കാം, ഇനിയും വരാനുണ്ടല്ലോ യുദ്ധങ്ങളൊക്കെ. അതാണ് വഖുലിഅമലു, നിങ്ങൾ അമൽ ചെയ്തോളി. ഫസയറല്ലാഹു അമലക്കും, അള്ളാഹു നിങ്ങളെ അമല് നോക്കിക്കാണും. വറസൂലുഹു, അവന്റെ റസൂലും കാണും. വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും കാണും. അത് മൂലമല ഓതൂല, സത്യവിശ്വാസികളും കാണുന്നതാണ്. അപ്പൊ ഇനി നിങ്ങൾ എന്താ ചെയ്യാ, നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? അടുത്ത യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളൊക്കെ എന്ത് നിലപാടെടുക്കുക നമുക്ക് നോക്കി കാത്തുനിന്ന് കാണാം. അതാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. 2, നിങ്ങളിപ്പോ എന്ത് കളവ് പറഞ്ഞ് നമ്മളൊക്കെ പറ്റിച്ച് തൽക്കാലം പറഞ്ഞ് പെർമിഷൻ വാങ്ങി നിങ്ങൾ പോയാലും പരലോകത്ത് വരാനുണ്ട്. നമ്മളൊക്കെ അവിടുന്ന് ഇതൊക്കെ പുറത്ത് വരും. അപ്പോ അള്ളാഹു ഇതൊക്കെ പുറത്തു കൊണ്ടുവരും. അന്ന് റസൂലും മുഅ്മിനീങ്ങളും ഒക്കെ നിങ്ങളെ ഈ കളവൊക്കെ അവിടുന്ന് മനസ്സിലാക്കും എന്നതാണ് അതിന്റെ മറ്റൊരു വ്യാഖ്യാനം. അത് ലോകത്തെടുക്കുന്ന എല്ലാ അമലും നബി കാണും എന്ന് പറയാൻ തെളിവാണെങ്കിൽ അതിന്റെ ബാക്കി എന്താ? വല്ലദീന ആമനു അല്ല വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും കാണുന്ന. ഒറ്റ ചോദ്യം മൂലെടുക്കും, മുതൽ നിങ്ങൾ മുഅ്മിനാണോ ചോദിക്കുക? ആ മുഅ്മിനാണ്. ലോകത്ത് എല്ലാവരും ചെയ്യണ എല്ലാ അമലും നിങ്ങളിപ്പോ കാണുന്നുണ്ടോ ചോദിക്കുക? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ മുഅ്മിൻ എല്ലാവരും ഇല്ല. ഒന്നുകിൽ മുഅ്മിൻ അല്ല പറയണം, അല്ലെങ്കിൽ ആയത്ത് ശരിയല്ല പറയണം. അപ്പൊ ആ ആയത്തിൽ തന്നെ ഉണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ശിർക്ക് സ്ഥാപിക്കാൻ ഏത് ആയത്ത് കൊടുത്താലും അതേ ആയത്തിന് മറുപടി ഉണ്ടാകുന്ന ഇബ്നു ഖയ്യിം പറഞ്ഞത്. ശിർക്ക് സ്ഥാപിക്കാൻ എന്ത് ആയത്തേറ്റ് വന്നാലും ആ ആയത്തിന് കിട്ടും ഓരെ കൊടുക്കാനുള്ള വശം. അതാണത്. അപ്പൊ ഒറ്റ ചോദ്യം ആയിക്കോട്ടെ ഉസ്താദേ, ബാക്കി വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും കാണുന്നതാണല്ലോ, നിങ്ങൾ കാണലുണ്ടോ? ഞാൻ എന്റെ പരി നിസ്കരിക്കണമൊക്കെ അതില്ല. അപ്പൊ നിങ്ങൾ മുഅ്മിനല്ല. അപ്പൊ മോദിക്ക് മനസ്സിലാവും. അപ്പൊ അതിലത്രേ ഉള്ളൂ. അതങ്ങനെ ലോകത്തിലെ എല്ലാ അമലും റസൂല് കാണുമെന്ന് പറയാൻ തെളിവല്ല. നബിയെ കബളിപ്പിച്ച് നബിയോട് ഇല്ലാത്ത നുണകൾ പറഞ്ഞ് നബിയെ വിശ്വസിപ്പിച്ച് പെർമിഷൻ വാങ്ങി പോയപ്പോൾ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടൊന്നും വിചാരിക്കണ്ട, ഇതൊക്കെ ഇവിടെ പൊളിയും എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല അവിടെ ചെയ്യുന്നത്.